2022 ഫെബ്രുവരി 24 ലോകത്തെ നടുക്കിക്കൊണ്ട് റഷ്യൻ ടാങ്കുകൾ യുക്രൈൻ അതിർത്തി ഭേദിച്ച് ഇരച്ചുകയറി. ഒരു മാസത്തിനുള്ളിൽ യുക്രൈൻ നഗരം കീഴടക്കാമെന്നും വ്ളാഡിമിർ സെലൻസ്കിയുടെ സർക്കാരിനെ താഴെയിറക്കി റഷ്യൻ ഭരണകൂടത്തെ പ്രതിഷ്ഠിക്കാമെന്നതുമായിരുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ കണക്കുകൂട്ടൽ. എന്നാൽ ആ നീക്കങ്ങളെ യുക്രൈൻ പ്രതിരോധിച്ചതോടെ അധിനിവേശം 4ാം വർഷത്തിലേക്ക് കടക്കുമ്പോഴും മോസ്കോയുടെ വിജയപ്രതീക്ഷകൾ പാതി വഴിയിലാണ്. കഴിഞ്ഞ മാസം റഷ്യ യുക്രൈൻ യുദ്ധം മറ്റൊരു ചരിത്ര നാഴികക്കല്ല് കൂടി പിന്നിട്ടു. 1418 ദിവസങ്ങൾ. 2ാം ലോക മഹായുദ്ധത്തിൽ നാസി ജർമ്മനിയെ പരാജയപ്പെടുത്താൻ സോവിയറ്റ് യൂണിയൻ എടുത്ത അതേ കാലയളവാണത്. 8 പതിറ്റാണ്ടുകൾക്ക് മുൻപ് ബെർലിനിലേക്ക് ഇരച്ചു കയറിയ അതേ റെഡ് ആർമിയുടെ പിന്മുറക്കാർ ഇന്ന് യുക്രൈന്റെ കിഴക്കൻ വ്യാവസായിക മേഖലകളിൽ ഓരോ ഇഞ്ച് മണ്ണിനും വേണ്ടി പോരാടുകയാണ്. അധിനിവേശത്തിന് ശേഷം യുക്രൈന്റെ ഏകദേശം 20% ഭാഗം റഷ്യ പിടിച്ചടക്കിയെങ്കിലും കഴിഞ്ഞ 2 വർഷമായി അവരുടെ മുന്നേറ്റം വളരെ മന്ദഗതിയിലാണ്. ഇത് വെറുമൊരു അധിനിവേശമല്ല, മറിച്ച് യൂറോപ്പിന്റെ ഭൂപടത്തെയും ലോകക്രമത്തെയും മാറ്റിമറിക്കുന്ന മഹാദുരന്തമായി മാറിയിരിക്കുകയാണ്. യുദ്ധം വരുത്തിവെച്ച മനുഷ്യനഷ്ടം ഇരു രാജ്യങ്ങൾക്കും സങ്കല്പിക്കാവുന്നതിലും അപ്പുറമാണ്. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം യൂറോപ്പ് കണ്ട ഏറ്റവും വലിയ മനുഷ്യക്കുരുതിയായി റഷ്യ യുക്രൈൻ യുദ്ധം മാറി. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഇരുവശത്തു നിന്നുമായി ഏകദേശം 20 ലക്ഷം സൈനികർ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തിട്ടുണ്ട്. റഷ്യൻ പക്ഷത്ത് 3,25,000 പേർ കൊല്ലപ്പെട്ടതായാണ് സെന്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇന്റർനാഷണൽ സ്റ്റഡീസ് കണക്കാക്കുന്നത്. യുക്രൈനുണ്ടായ ആഘാതവും ചെറുതല്ല. 1,40,000-ലധികം സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഇത് വെറുമൊരു ഭൂപ്രദേശത്തിനു വേണ്ടിയുള്ള യുദ്ധമല്ല, മറിച്ച് യുക്രൈനിയൻ ജനതയുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു വംശീയുദ്ധമായി മാറിക്കഴിഞ്ഞു. ആരുടെ പക്കൽ കൂടുതൽ സൈനികരും ആയുധങ്ങളും അവശേഷിക്കുന്നുവോ അവർ മാത്രം അതിജീവിക്കുന്ന ക്രൂരമായ പോരാട്ടത്തിനാണ് 4 വർഷമായി ലോകം സാക്ഷ്യം വഹിക്കുന്നത്. യുക്രൈന്റെ ഊർജ സംവിധാനങ്ങളെ ലക്ഷ്യം വെച്ചുള്ള റഷ്യൻ മിസൈൽ ആക്രമണങ്ങൾ ജനജീവിതം ദുസ്സഹമാക്കിയിരിക്കുന്നു. കൊടും തണുപ്പിൽ ദിവസവും മണിക്കൂറുകളോളം വൈദ്യുതിയില്ലാതെ ജനങ്ങൾ വലയുന്നു. പവർ ഗ്രിഡുകളെ ഒറ്റപ്പെട്ട ദ്വീപുകളാക്കി മാറ്റി രാജ്യത്തെ നിശ്ചലമാക്കുക എന്ന തന്ത്രമാണ് റഷ്യ പയറ്റുന്നത്. ഇതിന് മറുപടിയായി റഷ്യയുടെ സാമ്പത്തിക സ്രോതസ്സായ എണ്ണ കയറ്റുമതിയെയാണ് യുക്രൈൻ ലക്ഷ്യമിട്ടത്. സൈനിക ചരിത്രത്തിൽ ആദ്യമായി ഡ്രോണുകൾ നിർണായക പങ്ക് വഹിക്കുന്ന യുദ്ധമാണിത്. ഒപ്റ്റിക്കൽ ഫൈബർ ബന്ധിപ്പിച്ച ഡ്രോണുകളും ഇലക്ട്രോണിക് ജാമിംഗ് ഉപകരണങ്ങളും യുദ്ധഭൂമിയെ ഒരു കിൽസോണാക്കി മാറ്റി. ഒരു വശത്ത് 1ാം ലോക മഹായുദ്ധത്തിന് സമാനമായ ട്രെഞ്ച് വാർഫെയർ അഥവാ കിടങ്ങ് യുദ്ധം നടക്കുമ്പോൾ മറുവശത്ത് അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് ഓരോ നീക്കവും. യുക്രൈൻ തിരിച്ചടി തുടങ്ങിയോടെ കരിങ്കടലിലെ റഷ്യൻ കപ്പലുകൾക്ക് വരെ ഉൾവലിയേണ്ടി വന്നു. സ്പൈഡർ വെബ് എന്ന രഹസ്യ ഓപ്പറേഷനിലൂടെ റഷ്യയുടെ വ്യോമത്താവളങ്ങൾ വരെ യുക്രൈൻ ആക്രമിച്ചു. യുദ്ധക്കളത്തിൽ എന്ന പോലെ ലോകരാഷ്ട്രങ്ങൾക്കിടയിലും തന്ത്രപരമായ ചതുരംഗ കളിയാണ് നടക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മധ്യസ്ഥനായി എത്തിയതോടെ സമാധാന ചർച്ചകൾക്ക് സാധ്യത തെളിയുന്നുണ്ടെങ്കിലും നിബന്ധനകൾ കടുത്തതാണ്. പിടിച്ചെടുത്ത 4 മേഖലകൾ വിട്ടുതരണമെന്നും യുക്രൈൻ നാറ്റോയിൽ ചേരരുതെന്നുമാണ് പുടിന്റെ ആവശ്യം. എന്നാൽ സുരക്ഷാ ഗ്യാരണ്ടി ഇല്ലാതെ ഒരു വെടിനിർത്തലിന് സെലൻസ്കി തയ്യാറല്ല. റഷ്യൻ സ്വാധീനമില്ലാത്ത സ്വതന്ത്രമായ യുക്രൈൻ എന്നതാണ് കീവിന്റെ ലക്ഷ്യം. ട്രംപും പുടിനും തമ്മിലുള്ള അലാസ്ക ഉച്ചകോടിയിലെ കരാറുകൾക്ക് പിന്നാലെ യുക്രൈനിലെ ജനവിധി അറിയാൻ ഒരു റഫറണ്ടം എന്ന ആശയവും ചർച്ചയാകുന്നുണ്ട്. എന്നാൽ ട്രംപും പുടിനും തമ്മിലുള്ള താൽക്കാലിക കരാറുകൾ തങ്ങൾക്ക് തിരിച്ചടിയാകുമോ എന്ന ഭയവും യുക്രൈനുണ്ട്. 4 വർഷങ്ങൾ പിന്നിടുമ്പോൾ യുക്രൈനും റഷ്യയും സാമ്പത്തികമായും സാമൂഹികമായും തളർന്നു കഴിഞ്ഞു. പാശ്ചാത്യ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ കടുത്ത ഉപരോധങ്ങൾക്കിടയിലും റഷ്യൻ സമ്പദ് വ്യവസ്ഥ തകരാതെ നിൽക്കുന്നത് ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നു. ചൈന, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധങ്ങളും ആഭ്യന്തര ആയുധ നിർമ്മാണത്തിന് നൽകുന്ന മുൻഗണനയും പുടിന് കരുത്തേകുന്നു. റഷ്യൻ സമ്പദ് വ്യവസ്ഥ സൈനിക ആവശ്യങ്ങൾക്കായി മാറ്റിവെക്കപ്പെട്ടിരിക്കുകയാണ്. പണപ്പെരുപ്പവും തൊഴിലാളിക്ഷാമവും റഷ്യയെ ഉലയ്ക്കുന്നുണ്ടെങ്കിലും യുദ്ധം തുടരാൻ തങ്ങൾക്ക് കഴിയുമെന്ന് പുടിൻ ഉറച്ചു വിശ്വസിക്കുന്നു. മറുവശത്ത് പാശ്ചാത്യ പിന്തുണയോടെ തങ്ങളുടെ മണ്ണ് പിടിച്ചെടുക്കുവാൻ യുക്രൈനും പോരാടുന്നു. 4 വർഷങ്ങൾ, ലക്ഷക്കണക്കിന് മരണങ്ങൾ, ഭൂപടത്തിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ട നഗരങ്ങൾ. യുദ്ധം എന്ന് അവസാനിക്കുമെന്ന ചോദ്യത്തിന് ആർക്കും വ്യക്തമായ ഉത്തരവില്ല. ജൂൺ മാസത്തോടെ ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് ലോകം പ്രതീക്ഷിക്കുമ്പോഴും കലാപഭൂമിയിലെ ജനതകളുടെ മുന്നിലൂടെ വെടിയുണ്ടകൾ പായുകയാണ്.